കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുറ്റ്യാടി നിയോജക മണ്ഡലം സമ്മേളനം 26-ന് ചൊവ്വാഴ്ച വില്യാപ്പള്ളി ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നടക്കും. പരിപാടി KPCC മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മഹിളാ സുഹൃത്ത് സമ്മേളനം കോൺഗ്രസ് വില്യാപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് PC ഷീബയും ഉച്ചയ്ക്ക് ശേഷം 2-ന് പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി OM രാജനും ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് സംഘടനയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. പെൻഷൻകാരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കും വഞ്ചനാപരമായ നിലപാടുകൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധം സമ്മേളനത്തിൽ ഉയരുമെന്ന് ഇവർ പറഞ്ഞു. പെൻഷൻ പരിഷ്കരിക്കേണ്ട വർഷമായിട്ട് പോലും അതിന്റെ നടപടിക്രമങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ലെന്ന് ഇവർ കുറ്റപ്പെടുത്തി. ഈ വരുന്ന ചൊവ്വാഴ്ച നവംബർ മാസം 26-ാം തീയതി ചൊവ്വാഴ്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കുറ്റ്യാടി നിയോജക മണ്ഡലം സമ്മേളനം വില്യാപ്പള്ളി കുഞ്ഞിക്കേളു മാസ്റ്റർ നഗറിൽ വെച്ച് നടക്കുകയാണ്. ഈ ഒരു സമ്മേളനം എന്തുകൊണ്ടും പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് KSSPA ജില്ലാ പ്രസിഡന്റ് KC ഗോപാലൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തും. വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. സുഹൃത്ത് സമ്മേളനം അടുത്തതിന് ശേഷം വില്യാപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PC ഷീബ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് KSSPA ജില്ലാ സെക്രട്ടറി OM രാജൻ മാസ്റ്റർ. ഈ സമ്മേളനത്തിൽ പെൻഷൻകാരുടെ ശക്തമായ പ്രതിഷേധം മറ്റ് ഏത് കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പെൻഷൻകാരോട് ഇത്രയധികം വഞ്ചനാപരമായ ക്രൂരമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 19% DA ഇന്നും കിട്ടാൻ ബാക്കിയാണ്. ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷന്റെ 1/5 ഭാഗം കൂടി പെൻഷൻകാർക്ക് ഇന്ന് അവകാശപ്പെട്ടതാണ്. ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷന്റെ 1/5 ഭാഗം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് പെൻഷൻകാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 19% DA അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ജനുവരിയിലും അതുപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിലും കഴിഞ്ഞ സെപ്റ്റംബറിലും 2% കഴിഞ്ഞ ഏപ്രിൽ ഈ 3% ഈ സെപ്റ്റംബറിലും അനുവദിക്കുകയുണ്ടായി. ആ അനുവദിച്ചത് തന്നെ 39 മാസത്തെ കുടിശ്ശിക നിലനിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഏപ്രിൽ DA അനുവദിച്ചത്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK സത്യനാഥൻ, സ്വാഗത സംഘം ചെയർമാൻ CP ബിജു പ്രസാദ്, സംസ്ഥാന കൗൺസിലർ VP സർവോത്തമൻ എന്നിവർ പങ്കെടുത്തു.